പരിശുദ്ധ പിതാവേ, സ്വർഗസ്ഥ ദൈവമേ, ഈ നല്ല പകൽക്കാലത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി സ്തോത്രം. ആരാധനയോടുള്ള ബന്ധത്തിലടിയങ്ങളായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ കൃപ പകർന്ന് സഹായിക്കണമേ. കർത്താവേ, നീ ഇന്നത്തെ രാത്രികാലം ഈ നിൻ്റെ കുഞ്ഞുങ്ങളോട് ഇടപെടണമേ, സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ മർമ്മങ്ങളെ അവിടുന്ന് ഗ്രഹിപ്പിക്കണമേ. വചനം സംസാരിപ്പാൻ അടിയങ്ങളെയും ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ വായിലെ വാക്കും ഹൃദയത്തിലെ ധ്യാനവും അങ്ങയ്ക്ക് പ്രസാദകരമായിരിക്കാൻ കർത്താവ് കൃപ ചെയ്യണമേ. പ്രാർത്ഥന കേട്ടങ്ങയുടെ ദയക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു വാക്ക് നമുക്ക് വീണ്ടും പാസ്റ്റർക്കായി പ്രാർത്ഥിക്കാം. ദൈവദാസൻ ഒരു വാക്ക് പ്രാർത്ഥിച്ചാട്ടെ. നൈനാം പാസ്റ്റർ ഒരു വാക്ക് നമ്മുടെ ദൈവദാസന് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും അതിൽ പങ്കുചേർന്ന് ദൈവദാസൻ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. വിനയപൂർവ്വം ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ ദാസനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഓരാവാഴ് ശംബരാജരഘടകഥനവിടെ നാട്ടിലായിരിക്കുന്നല്ലോ. ദൈവത്തിന്റെ കരം ഏത് പ്രതിസന്ധിയായിരുന്നാലും ഏത് വലിയ ക്ഷീണമായിരുന്നാലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അത് മാറിപ്പോകണം. പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് വന്നവരുടെ വിശ്വാസം കണ്ട് അവനെ വിടുവിച്ച ദൈവം സഭ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ അത്ഭുതകരം ചലിക്കണം. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവർ ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ട് പരിശുദ്ധ പിതാവേ എന്ന് രാത്രി ആരാധനയുടെ നടുവിൽ നിയോഗത്താൽ അങ്ങനെ ദാസൻ ആഹ്വാനം ചെയ്തതുപോലെ ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും കർത്തൃദാസൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവധിയുള്ള ബന്ധത്തിൽ നാട്ടിലേക്ക് കടന്നുപോയി. അവിടെ കടന്നുപോയതിൻ്റെ ഉദ്ദേശമൊക്കെ കർത്താവ് അറിയുന്നു. എന്നാൽ അവിടെ ചെന്ന് ശാരീരികമായ ചില പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഞങ്ങൾ അറിയുന്ന കർത്താവേ, പല കാര്യങ്ങൾ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിവേഗത്തിൽ പാഞ്ഞു ചെല്ലുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി നിന്റെ ദാസന്റെ മേൽ ഇറങ്ങി അവിടുന്ന് എഴുന്നേൽപ്പിക്കുന്നത് വിശ്വാസത്താൽ ഞങ്ങൾ പ്രഖ്യാപിക്കുന്ന കർത്താവേ, അധികാരമുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ രോഗാത്മ ബന്ധനങ്ങൾ എന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. പൂർണ്ണ ആരോഗ്യം പ്രാപിക്കട്ടെ കർത്താവേ. കാരാഗ്രഹത്തിന്റെ അകത്ത് വെളിപ്പെട്ട ദൈവ സാന്നിധ്യം, തീച്ചൂളയിൽ വെളിപ്പെട്ട ദൈവ സാന്നിധ്യം, സിംഹത്തിന്റെ ഗുഹയിൽ ഇറങ്ങിയ ദൈവത്തിന്റെ സാന്നിധ്യം എന്ന് രാത്രി ദാസനായിരിക്കുന്ന ഇടത്ത് അവിടെ നയിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മൈലുകൾക്കപ്പുറം അവിടുത്തെ ശക്തി വ്യാപരിച്ചതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ. വിടുതലോടെ സൗഖ്യത്തോടെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്നതിനായി സ്തോത്രം. അതിന്റെ വാർത്തകൾ കേൾക്കുവാൻ, അതിന്റെ അത്ഭുതത്തിന്റെ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ വരും ദിവസങ്ങളിൽ കർത്താവ് കൃപ ചെയ്യണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുമ്പോൾ ദയ തോന്നി ഉത്തരമരണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ഇരിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ പകൽക്കാലം നമുക്ക് പ്രകാരം കൂടി വരുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സംഭവലമായ ഒരാഴ്ചക്കാലം നമ്മളെ വിട്ട് കടന്നുപോയി. നമ്മളായിരുന്ന സ്ഥാനത്തൊക്കെയും കർത്താവ് നമ്മളെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് ഇന്ന് സന്നിഹിതനായിരിക്കുന്ന കർത്താവിൻ്റെ വിലയേറിയ ദാസൻ പ്രിയ പാസ്റ്റർ നൈനാന് എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ സഭയുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഞാൻ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് AG പഠിച്ചതായ AGയുടെ ഒരു പ്രോഡക്റ്റാണ് അദ്ദേഹം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൂടാതെ എൻ്റെ ജ്യേഷ്ഠൻ ഒരു സീനിയർ പാസ്റ്ററാണ് AGയുടെ. അദ്ദേഹത്തിൻ്റെ ചർച്ചിലൊക്കെ പോയി പ്രസംഗിച്ചിട്ടുമൊക്കെ ഉള്ള ആളാണ്. കൂട്ടായ്മയിൽ പങ്കെടുത്തിട്ടുള്ളതാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രകാരം ഒരു കൂട്ടായ്മ ഇന്നത്തെ പകൽക്കാലം തന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് നമ്മുടെ സോമിക്കുഞ്ഞ് വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. വളരെ നാളുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവം സഹായിക്കട്ടെ. തക്ക സമയത്ത് ദൈവം വഴി തുറന്ന് പിന്നെയും ഈ ദേശത്തേക്ക് കൊണ്ടുവന്നു. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും പിന്നെയും അവരുടെ ജീവിതത്തിൽ നിറമാടായിരുന്നതിനെ ഹല്ലേലൂയ പിന്നെയും നമുക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അമേരിക്കയിലുള്ള കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു അതിൻ്റെ ഒരു സമയത്തിനുള്ളതായ ഒരു കാര്യത്തിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാലും എവിടെയായിരുന്നാലും ദൈവം നമ്മളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ പകൽക്കാലം നമ്മുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചല്ലോ. തുടർന്നുള്ള സമയങ്ങളും ദൈവത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് ആ കുടുംബത്തെ പിന്നെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കുവാനായി കടപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നാട്ടിലൊക്കെ പല പ്രശ്നങ്ങളും പലവിധമായ കോളറയും അതും ഇതും ഇല്ലാത്ത ഒരു കാര്യവുമില്ല. ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറയുന്ന ഒരു കാലത്ത് എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഈ കേരളത്തിൽ എങ്ങനെ നല്ല രസമായി ജീവിച്ചതായ കാലങ്ങളാണ്. നിങ്ങളെല്ലാവരും മറന്നുപോയോ?
ഹാലേലിയ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പാനെ കൊണ്ടും പോരാനെ കൊണ്ടും ഹാലേലിയ എല്ലാം വളരെ സന്തോഷം. നല്ല അങ്ങോട്ട് ചെന്ന് ഇറങ്ങി കഴിയുമ്പോൾ തന്നെ ആ പച്ചിപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു സന്തോഷം മനസ്സിൽ. പ്രൈസ് ദി ലോർഡ്. അതൊക്കെ മാറി മറിഞ്ഞ് വരികയാണ്. ഇപ്പം കൊലപാതകവും മോഷണവും പിടിച്ചുപറിയും എന്താ ഒന്നും പറയാൻ, നിങ്ങളെ പത്രധാരയെല്ലാം മായിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇതൊക്കെയും സൂചിപ്പിക്കുന്ന എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കർത്താവിൻ്റെ വരവടുത്തിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതൊക്കെ കാണുമ്പോൾ എന്താണ്, നമ്മൾ ഉയർന്ന് തലപൊക്കുവീൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ തല കുനിഞ്ഞിരിക്കുവാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, നമ്മുടെ തല ഉയർന്ന് തന്നെ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സകലത്തെയും ജയിച്ചവനായ കർത്താവിൻ്റെ തല ഉയർന്നു നിൽക്കുന്നത് പോലെ അവൻ്റെ കുഞ്ഞുങ്ങളുടെ തല ഉയർന്നിരിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൽ സഭകളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ഒത്തിരി കുറ്റം പറയുന്നുണ്ടല്ലേ. എല്ലാ സഭകളെക്കുറിച്ചും കുറ്റം പറയുന്നുണ്ട്. എന്താ കാര്യം? തൻ്റെ കുഞ്ഞുങ്ങളാണ് സഭ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനിപ്പോഴേ എൻ്റെ കുഞ്ഞുങ്ങളെ മോനെ ഇങ്ങനെ ചെയ്യണം, മോളെ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെയൊക്കെ പോകണം, ഇന്ന പോലെ ചെയ്യണം, സമയത്തിന് എണീക്കണം, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ ഞാൻ അവരൊരു ട്രെയിനിങ് കൊടുക്കാറുണ്ട്. ഹല്ലേലൂയ. അതുപോലെ ദൈവത്തിന് സ്തോത്രം നിങ്ങളെല്ലാവരും ചെയ്യാറുണ്ട്. എന്നാൽ ഞാൻ വേറൊരു വീട്ടിൽ ചെന്നിട്ട് മോനെ നീ ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണമെന്ന് പറയുമോ? ഇല്ല. കാര്യം എന്താണ്? എൻ്റെ കുഞ്ഞുങ്ങളോട് എനിക്ക് വാത്സല്യമുണ്ട്, എനിക്കത് കുഞ്ഞുങ്ങളോടെ പറയാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ആ സഭയെക്കുറിച്ച് നമ്മൾ വിചാരിക്കും കുറ്റം പറയുകയാണ്. എന്നാൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് പറയുന്നത് ഹല്ലേലൂയ എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സഭയെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം പലപ്പോഴും നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ചില പ്രതികൂലങ്ങളൊക്കെ തരുന്നത്, നമ്മുടെ കുറ്റങ്ങൾ കാണിച്ചു തരുന്നത്. ഹല്ലേലൂയ. പ്രവാചകന്മാരിൽ കൂടി നമുക്ക് വെളിപ്പെടുത്തി തരുന്നതായ നമ്മുടെ ആത്മീയ ചിന്താമണ്ഡലങ്ങളിൽ കൂടി ഹല്ലേലൂയ ഇങ്ങനെ പോയാൽ പോരാ എന്നൊക്കെ വിചാരിക്കുന്ന ചിന്താഗതി നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൽ കൊണ്ടുവരുന്ന കാര്യം എന്തേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നമ്മളെ സ്നേഹിച്ചു. കാര്യമൊക്കെ ശരി തന്നെ. ദൈവത്തിന് സ്തോത്രം. നമ്മളെപ്രകാരം ദൈവത്തെ സ്നേഹിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് മാനവരാശിയുടെ പാപത്തിനു വേണ്ടി മരിച്ച് തകർക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമുക്കായി ജീവിക്കുന്നു. സന്തോഷമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഒരു വാക്യം വായിക്കുവാനായി താല്പര്യപ്പെടുന്നു. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 7-ാം അധ്യായം അതിൻ്റെ 37, 38, 39 വാക്യങ്ങൾ ആർക്കെങ്കിലും ഒന്ന് ഉറക്കെ വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് പ്രകാരം പറയുന്നു, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ. ഹല്ലേലൂയ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നഴികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. അവനിത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെ കുറിച്ചാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോഹന്നാൻ്റെ സുവിശേഷമാണ് ആദ്യമായി രചിക്കപ്പെട്ട സുവിശേഷമെന്ന് നാം മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മലാക്കിക്ക് ശേഷം 400 വർഷക്കാലം ഇരുണ്ട യുഗമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രവാചകന്മാരില്ലായിരുന്നു, ഉപദേഷ്ടാക്കന്മാരില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ജനത്തിന് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. There is no vision, no prophets, no preachers. ആരുമില്ലായിരുന്നതായി ഇരുണ്ട യുഗം. ഹല്ലേലൂയ. കഴിഞ്ഞുപോയ 400 വർഷം. മലാക്കിക്ക് ശേഷം ഇത്രയും യുഗങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ ദൈവത്തിന് സ്തോത്രം സ്വർഗത്തിലൊരു വലിയ ചർച്ച നടക്കുകയായിരുന്നു. ഈ മാനവരാശിയുടെ പാപത്തിന് വേണ്ടി ഹല്ലേലൂയ മുന്നോട്ട് പോയി കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളതായ വലിയൊരു കോൺഫറൻസ് അവിടെ നടക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ 400 വർഷക്കാലം ഹല്ലേലൂയ അവരെ ഈ പ്രിയപ്പെട്ടവരൊക്കെയും പ്രവാചകന്മാരുടെ വാക്യങ്ങൾ കേൾക്കും, പ്രവാചകമായ കാര്യങ്ങളൊക്കെ ആലോചന കേൾക്കും. പിന്നെ ഈ 4 ദിവസം കഴിയുമ്പം പഴയ രീതി തന്നെ നമ്മളെ വായിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് കാണുവാനായി കഴിയുന്നു.
ഹല്ലേലൂയ. ദൈവത്തിന് എസ്രായുടെ പുസ്തകം 9-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു, പുരോഹിതന്മാർ പോലും ലേവ്യര് പോലും നല്ലതല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൽ നിന്ന് അവർ പടിപടിയായി പുറകോട്ട് മാറുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഇവരെ എന്ത് ചെയ്യണമെന്ന് വളരെ കൂടിയാലോചന നടക്കുകയായിരുന്നു ഈ 400 വർഷം. ഈ 400 വർഷത്തെ കോൺഫറൻസിന് ശേഷം ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൂതന്മാരായ ചിലരൊക്കെ എൻ്റെ ഭാവന ഞാൻ പറയുകയാണ്. ഗബ്രിയേൽ പറഞ്ഞു കാണും, ഞാൻ പോയി അവരെ ഒന്ന് ശരിയാക്കി തരാം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. മീഖായേൽ പറഞ്ഞു കാണും, അറിയപ്പെട്ടതായ പ്രിയപ്പെട്ടവരൊക്കെ പറഞ്ഞു കാണും. അബ്രഹാം പറഞ്ഞു കാണും ഒരുപക്ഷേ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ നോഹ, അതുപോലത്തെ വിവിധ വ്യക്തികളൊക്കെ പറഞ്ഞു കാണും. അബ്രഹാമും ഇസഹാക്ക് യാക്കോബും ഒക്കെ പറഞ്ഞു കാണും. ഈ ലോകത്തിലേക്ക് വന്ന ഞാനവരെ ഒന്ന് ശരിയാക്കാൻ കഴിയുമോ എന്ന് നോക്കിക്കളയാം. ഹല്ലേലൂയ. അവസാനം കർത്താവ് തന്നെ, ദൈവത്തിന് സ്തോത്രം, ആ സ്വന്തം ശരീരം ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. മാനവകുലത്തിൻ്റെ രക്ഷയ്ക്കായി ഈ 400 വർഷത്തിന് ശേഷം ഇതാ സ്വന്തം കുമാരൻ, അല്ലെങ്കിൽ സാക്ഷാൽ ദൈവപുത്രൻ തന്നെ ഈ ലോകത്തിലേക്ക് കടന്നു വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. മത്തായി 4:15 ഇപ്രകാരം പറയുന്നു, ഇരുട്ടിലിരുന്ന ജനം വലിയൊരു പ്രകാശം കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മോനൊന്ന് ഡിസ്പ്ലേ ചെയ്തു. മത്തായി 4:15. പ്രൈസ് ദി ലോർഡ്. ഇരുട്ടിലിരുന്ന ജനം വലിയൊരു പ്രകാശം കണ്ടു. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 1:9 വായിക്കുന്നു, ഏത് മനുഷ്യനെയും പ്രകാശിക്കുന്ന വെളിച്ചം, ആ സത്യ വെളിച്ചം ലോകത്തിലേക്ക് കടന്നു വന്നു. ഹല്ലേലൂയ. ഇരുട്ടിലിരിക്കുന്നവരായ ജനം തൻ്റെ ജീവിതം മൊത്തം ഇരുട്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഹല്ലേലൂയ, ഇരുട്ടിലിരിക്കുന്നവർക്ക് പ്രകാശവുമായി പിതാവ് തന്നെ, സ്വന്തം പുത്രനായി ഹല്ലേലൂയ, പിതാവ് തന്നെ ഇറങ്ങി വന്ന് ഹല്ലേലൂയ, മാനവജാതികളുടെ പാപത്തിന് വേണ്ടി വരുന്നതായ ആ ഒരു കാഴ്ചയാണ് യോഹന്നാൻ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ 1:9 പ്രകാരം വായിക്കുന്നു, ഏത് മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ, രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ എങ്ങനെ ഉദിക്കുന്നതെന്ന്. നമ്മളൊക്കെ കിടന്നുറങ്ങുമ്പോൾ എങ്ങനെ എണീക്കുന്നത്? നല്ല വെയിലടിക്കുമ്പോഴില്ലയോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സൂര്യൻ അങ്ങനെ അതിൻ്റെ കിരണങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ കിടക്കുമ്പോൾ നമുക്കറിയാം, ആ ജനലിക്കൂടൊക്കെ ഇങ്ങനെ പ്രകാശം ഇങ്ങനെ വന്ന് അതിൻ്റെ കിരണങ്ങൾ വന്ന് ഹല്ലേലൂയ, നമ്മളൊരു 10 മണിയാകുമ്പോഴേ എണീക്കും. എന്നാലും ദൈവത്തിന് സ്തോത്രം, ആ പ്രകാശം വന്നുകൊണ്ടേയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആ സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ആ സത്യവെളിച്ചം നരനായി ഹല്ലേലൂയ, ഈ ഭൂമിയിൽ പൂജാതനായി തീരുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് ഒന്ന് മനസ്സിലാക്കി, ആരെ വിട്ടുകഴിഞ്ഞാലേ അവരെ ശരിയാക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വന്തമായി ഞാൻ തന്നെ പോയെങ്കിലേ ഈ കാര്യങ്ങളെ ശരിയാക്കുവാനായി പറ്റൂ. മനുഷ്യകുലത്തിൻ്റെ പാപത്തിന് വേണ്ടി ക്രൂശിൽ മരിക്കുവാൻ തക്കവണ്ണം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അവൻ പറഞ്ഞയച്ചു. പ്രൈസ് ദി ലോർഡ്. കന്യകജാതനായി ഒരു മനുഷ്യനെ പ്രസവിച്ചു. അവൻ്റെ പേരാണ് യേശു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ വളർന്നു 33 സംവത്സരങ്ങൾ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ഈ ലോകത്തിലായിരുന്നു. ഹല്ലേലൂയ. അവന് ഈ ലോകത്തിലായിരുന്നപ്പോൾ ഉണ്ടായതായ ചില കാര്യങ്ങളാണ് നാം ഇപ്പോൾ വായിച്ചത്. 37-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ. പ്രൈസ് ദി ലോർഡ്. തൻ്റെ ശുശ്രൂഷ തുടങ്ങുമ്പോൾ തന്നെ അവൻ പറയുകയാണ്, ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് പറയുകയാണ്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 1-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു, 7:1, അതിൻ്റെ ശേഷം യേശു ഗലീലയിൽ സഞ്ചരിച്ചു. മൂന്നാമത്തെ വാക്യം വായിച്ചാട്ടു. ഹല്ലേലൂയ. കർത്താവിന് ഒരു മിനിറ്റ് കർത്താവിന് ഇഷ്ടമില്ലായിരുന്നു
യഹൂദയിൽ പോയി തൻ്റെ പ്രവർത്തനം കാഴ്ചവെക്കുവാനായി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവൻ്റെ സഹോദരന്മാരെന്താണ് പറഞ്ഞത്? അവർക്ക് ദൈവിക കാഴ്ചപ്പാടില്ലായിരുന്നു. അവർ പറഞ്ഞത് എന്താണ്? നീ ചെയ്യുന്ന പ്രവൃത്തികളെ നിൻ്റെ ശിഷ്യന്മാരും കാണിക്കേണ്ടതിന് ഇവിടെ വിട്ട് യഹൂദയിലേക്ക് പോകുക. നമ്മളെപ്പോഴും നമ്മളിത് അങ്ങനെ തന്നെയല്ലേ? നമ്മുടെ വീട്ടിലൊരു വലിയ പ്രഷ്യസ് ആയിട്ടുള്ള ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ പറയും, നീ മാജിക്കൊക്കെ കാണിച്ചുകൊണ്ട് ഈ പെരയ്ക്കകത്തെന്തിനാ ഇരിക്കുന്നത്? നിനക്ക് പുത്തരിക്കണ്ടം മൈതാനത്ത് പോയിക്കൂടെയോ? അവിടെ നിന്ന് 10 പേരെ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം അവിടെ മാജിക്കൊക്കെ കാണിച്ച് അവിടുത്തെ ചില കാര്യങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം നിന്നെ പലരറിയും. അവരത്രേ ഉദ്ദേശിച്ചുള്ളൂ. ദൈവത്തെക്കുറിച്ച് അവന് അറിവില്ലായിരുന്നു. ഹല്ലേലൂയ. ഞങ്ങളെയും അതുമൂലം അറിയും. ഒരു കാര്യം ഞാൻ പറയട്ടെ, നരേന്ദ്രമോദിയോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്കല്ലേ വലിയ ഗമ. നരേന്ദ്രമോദിക്ക് ഗമയുണ്ടോ? ഞാൻ പ്രധാനമന്ത്രിയാന്ന് പറഞ്ഞ് ഉണ്ട് എങ്കിൽ തന്നെയും തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാണ് എൻ്റെ ഇന്നയാളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ പറയത്തില്ലേ, ഇന്നടത്ത് നമ്മൾ ബന്ധമില്ലാത്ത ബന്ധമൊക്കെ കൂട്ടിച്ചെന്ന് നമ്മൾ പറയത്തില്ലേ അല്ലേ? ഇന്നടത്തെ ഇന്നയാളുടെ മരുമോൻ്റെ ചിറ്റപ്പൻ്റെ മറ്റേ ആങ്ങളുടെ പെങ്ങടെ മോനാണ് ആ ബിഷപ്പ്. അത് നമ്മുടെ കുടുംബത്തിലുള്ള. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവരത്രേ ഉദ്ദേശിച്ചുള്ളൂ. അവരുദ്ദേശിച്ചത് ഇതാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരന്മാർ അവനോട്, നീ ചെയ്യുന്ന പ്രവർത്തികളെ നിൻ്റെ ശിഷ്യന്മാരും കാണേണ്ടതിന് ഇവിടം വിട്ട് യഹൂദയിലേക്കൊന്ന് പോയി ഒന്ന് ഷൈ ചെയ്യരുതടാ. നീ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 4-ാമത്തെ വാക്യം വായിച്ച പാസ്റ്റർ. അവർ വിശ്വസിക്കുന്ന വേറൊന്നുമല്ല, പ്രസിദ്ധനാകാൻ കർത്താവിന് പ്രസിദ്ധനാകേണ്ട ആവശ്യമില്ല. പിന്നെ അവർ വിശ്വസിക്കുന്നത് എന്താണ്? ഞങ്ങൾക്ക് പ്രസിദ്ധനാകണം. കാര്യം എൻ്റെ സഹോദരനാണ്. ഞാനിപ്പോൾ പാസ്റ്റർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, പാസ്റ്റർ മത്തായിക്കുട്ടിയെ അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അറിയാം, ഞാൻ പുള്ളിയുടെ ചർച്ചയിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെൻ്റെ ജ്യേഷ്ഠനാണെന്ന് ഞാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ വലുതാകുമ്പോൾ പറയുവാൻ ഉദ്ദേശിക്കുന്നത് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മളുടെ അതുകൊണ്ട് നമ്മുടെ ആ ഒരു രീതിയിലേക്ക് കടന്നു ചെല്ലുകയാണ്. ബിഷപ്പ്, തിരുമേനി, അച്ഛൻ, അങ്ങനത്തെയുള്ള വലിയ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എൻ്റെ കുടുംബത്തിൽ എന്തുവാ യാതൊരു ബന്ധവും കാണത്തില്ല. അമ്മാച്ചൻ്റെ ചേട്ടൻ്റെ ആങ്ങടെ പെങ്ങടെ ഒക്കെ പറഞ്ഞ് നമ്മൾ ബന്ധം ആക്കിക്കളയും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ 8-ാം വാക്യത്തിൽ ഇപ്രകാരം കർത്താവ് പറയുന്നു. എന്താ പറഞ്ഞേ? നിങ്ങൾ പെരുന്നാളിന് പോകും. എൻ്റെ സമയം ഇതുവരെ വരായികൊണ്ട് ഈ പെരുന്നാളിന് ഞാനിപ്പോൾ വരുന്നില്ല. ഹല്ലേലൂയ. യെരൂശലേമിലെ പെരുന്നാളിന് നിങ്ങൾ പൊക്കോളിന്. എൻ്റെ സമയം വരുമ്പോൾ ദൈവാത്മാവ് അല്ലെങ്കിൽ കർത്താവ് എന്നെ തോന്നിപ്പിക്കും. ആ ദൈവാത്മാവ് എന്നെ തോന്നിപ്പിക്കും. നിങ്ങൾ പൊക്കോ. ഹല്ലേലൂയ. പ്രകാരം 10-ാം വാക്യം വായിച്ചായിട്ട്. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ സഹോദരന്മാരെല്ലാം കൂടെ എല്ലാവരും കൂടെ പോയിരുന്നു. ഒരു ടാക്സി മതിയായിരുന്നു അല്ലേ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇത് അവരെ പറഞ്ഞു വിട്ടു. അവരെ പറഞ്ഞു വിട്ടിട്ട് കർത്താവ് രഹസ്യത്തിൽ അവിടെ എത്തി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 11. യഹൂദന്മാരെല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ചേട്ടന്മാരും അനിയന്മാരും ഒക്കെ വന്നല്ലോ, മറ്റവനെവിടാ? എല്ലാ സ്ഥലത്തും ഇതുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരാൾ പറയും നല്ലവനാന്ന് പറയും. അല്ലെങ്കിൽ ചിലരൊക്കെ ചിരിച്ചുകൊണ്ട് പറയും, പാസ്റ്ററെ അല്ല ഇന്ന ആൾ നല്ലതാ, പക്ഷേ ആൾ ശരിയല്ല. അല്ലെങ്കിൽ പറയും വേറൊരു കാര്യം പറയും. കുറേ പേര് പറയും ആൾ നല്ല, കുഴപ്പമൊന്നുമില്ല. ഇപ്പുറത്തോട്ട് മാറി പറയും അത് ഇന്ന് തുടങ്ങിയതല്ല, കർത്താവ് ഉള്ളപ്പോൾ തന്നെ തുടങ്ങിയതാണ് ഈ സംഭവം. അതിങ്ങനെ നിന്നുകൊണ്ട് പോകും. പുരുഷാതനത്തിൽ അവനെക്കുറിച്ച് വളരെ കുശുകുശിപ്പുണ്ടായി. എന്തോ കുശുകുശിപ്പ്? ഗോസിപ്പുണ്ടായി. ഗോസിപ്പ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുശുകുശിക്കുന്നത് എന്തോ നേരിട്ട് പറഞ്ഞൂടെ? നല്ല കാര്യമാണെങ്കിൽ പാസ്റ്ററെ നേരിട്ട് പറയാം. പ്രൈസ് ദി ലോർഡ്. ഇത് കുശുകുശിക്കുന്നത് എന്താ? ചെവി കടിച്ചു പറിക്കുക. അമ്മാമ്മ അച്ചാച്ചൻ്റെ ചെവി കടിച്ചു പറിക്കുക രാത്രിയിൽ. ചച്ച ഇന്നലെ അന്ന് ഞാൻ ശരിയാക്കി തരാം, നീ ഒന്ന് വിഷമിക്കാതിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് പുരുഷാരത്തിൽ അവനെക്കുറിച്ച് കുശുകുശുക്കുണ്ടാക്കി. നല്ലവനെന്ന് ചിലരും, അല്ല പുരുഷാരത്തെ വഞ്ചിക്കുന്നുവെന്നും മറ്റു ചിലരും പറയുകയുണ്ടായി. എല്ലായിടത്തും 2 പക്ഷമാണ് അല്ലേ?
10 പേരുണ്ടെങ്കിൽ അവിടെ 2 പക്ഷമാണ്. ദൈവത്തിന് സ്തോത്രം. നല്ലവരെന്ന് കുറേ പേര് പറയും, ഹല്ലേലൂയ, മോശമെന്ന് പറയും. 13 വായിച്ചോ പാസ്റ്ററെ? 14. പ്രൈസ് ദി ലോർഡ്. പെരുന്നാൾ പാതി കഴിഞ്ഞതിന് ശേഷം, അപ്പം സഹോദരന്മാരെയൊക്കെ ആദ്യമേ പറഞ്ഞു വിട്ടു, ആദ്യത്തെ ടാക്സിക്ക് പറഞ്ഞു വിട്ടു. കർത്താവ് പതിയെ രഹസ്യമായി അവിടെ പോയി. പെരുന്നാൾ പകുതി കഴിഞ്ഞ ശേഷമാണ് ദേവാലയത്തിലോട്ട് കയറിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാതി കഴിഞ്ഞ ശേഷം യേശു ദേവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചു. 15. എടാ, യവൻ ഫിലോസഫിയും ശാസ്ത്രവും സയൻറ്റിസ്റ്റും എന്തോ സയൻറ്റിഫിക് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. യവനെന്താ ശാസ്ത്രം അറിയാത്തവന്? യവനെന്താ ഇതൊക്കെ പറയുന്നത്? യവൻ പഠിച്ചിട്ട് പോലും ഇല്ലല്ലോ. യവന് അറിയാവുന്ന കാർപ്പൻട്രി പണിയല്ലേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ അവർ മനസ്സിലായില്ല, സർഗലോകത്തെയും ചമച്ചതായ കർത്താവായ യഹോവയാണ് അവിടെ ഉള്ളതെന്നുള്ളത് അവർ മനസ്സിലാക്കാൻ മറന്നുപോയി. പ്രൈസ് ദി ലോർഡ്. യവന് ശാസ്ത്രവും ഹിസ്റ്ററിയൊക്കെ യവൻ എങ്ങനെ പഠിച്ചു? വിദ്യാഭ്യാസം ചെയ്യാത്ത ശാസ്ത്രം അറിയുന്നത് എങ്ങനെയെന്ന് യഹൂദന്മാർ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. കാര്യം അവരൊക്കെ വലിയ തിയോളജിയും ഹല്ലേലൂയ അതിന് അപ്പുറവും PhDയും DHD ഒക്കെ എടുത്തവരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എവരുടെ അടുക്ക ചെന്ന് ശാസ്ത്രം അറിയാത്ത യവനെന്താണ് യവൻ്റെ വാക്കുകൾ, കഠിനപ്പെട്ടതായ വാക്കുകൾ, മനസ്സിലാക്കാൻ പറ്റാത്തതായ വാക്കുകൾ ഇവർ കണ്ട് അതിശയപ്പെട്ട് പറയുകയാണ്, ഇവിടെ ഇവൻ പഠിത്തം പോലും ഇല്ലാത്തവൻ. ആ കാർപ്പൻട്രി യോസഫിൻ്റെ വീട്ടിലല്ലേ കഴിഞ്ഞ നാൾ വരെ ഉണ്ടായിരുന്നത്. ഇവൻ എന്താണ് എത്ര ഭയാനകമായിട്ട് ഇവൻ പഠിക്കാത്തവൻ ശാസ്ത്രം അറിയുന്നത് എങ്ങനെയെന്ന് യഹൂദന്മാർ പറഞ്ഞു. 19 വായിച്ചാട്ട് പാസ്റ്ററെ. മോശയുടെ ന്യായപ്രമാണത്തിൽ എന്താ പറഞ്ഞേക്കുന്നത്? കൊല്ലരുത്. മോശയുടെ ന്യായപ്രമാണം അതേപടി അനുസരിക്കുന്നതായ യഹൂദന്മാരോട് അവൻ ചോദിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. മോശയുടെ ന്യായപ്രമാണം ഇങ്ങനെ ഇരിക്കെ നിങ്ങളെന്നെ കൊല്ലുവാൻ അന്വേഷിക്കുന്നത് എന്ത്? ന്യായപ്രമാണത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കുവാൻ അല്ലെങ്കിൽ നിങ്ങൾ താല്പര്യപ്പെടുന്നത് എന്തെന്ന് അവൻ ചോദിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ അതിന് പുരുഷാരം എന്താ പറഞ്ഞേ? ഹല്ലേലൂയ. ദൈവം കർത്താവിന് എല്ലാവരെയും കാണുമ്പോഴേ മനസ്സിലാക്കും, ഇല്ലേ? വിധവയുടെ അടുക്കൽ എത്ര കാശുണ്ടെന്നുള്ളത് ദൈവത്തിനറിയാം, ഇല്ലേ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കടലിലെ മത്സ്യത്തിൻ്റെ മത്സ്യത്തിൻ്റെ ചെകളയിൽ ദ്രമ വെച്ചിട്ടുണ്ടെന്നുള്ളത് ദൈവത്തിനറിയാം. അവരുടെ ഹൃദയം വ്യക്തമായി ദൈവത്തിനറിയാം. അതിന് പുരുഷാരം നിനക്ക് ഭൂതമുണ്ട്, ആർ നിന്നെ കൊല്ലുവാൻ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. 26 വായിച്ചാട്ട് ഫസ്റ്റ്. 26 അവൻ ധൈര്യത്തോട്. പിന്നെ പ്രൈസ് ദി ലോർഡ്. 30 വായിച്ചാട്ട്. 30 ആകിയാൽ അവർ അവനെ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരൊക്കെ നമ്മളെ പിടിക്കുവാനായി, നമ്മളെ നശിപ്പിച്ച് കളയുവാനായി, തകർത്ത് കളയുവാനായി നോക്കിയാലും ദൈവം അനുവദിക്കാതെ ഒരു കൈ നിൻ്റെ മേലെ നീങ്ങത്തില്ല, ഒരു വിരൽ നിനക്കെതിരായി ചലിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരൊക്കെ നിന്നെ നശിപ്പിക്കുവാൻ നോക്കിയാലും, ഹല്ലേലൂയ, നിന്റെ ജോലി സ്ഥലത്താകട്ടെ, നിന്റെ ബിസിനസ്സിലാകട്ടെ, നിന്റെ ഹല്ലേലൂയ ആത്മീയ ജീവിതത്തിലാകട്ടെ, നീ ആയിരിക്കുന്ന സ്ഥാനത്തിലാകട്ടെ, ഹല്ലേലൂയ, ആര് തന്നെ നിന്നെ തകർത്ത് കളയുവാൻ വിചാരിച്ചാലും ദൈവമറിയാതത് സംഭവിക്കുകയില്ല. 30 വാക്യത്തിൽ അതാണ് പറയുന്നത്. ആകിയാൽ അവർ അവനെ പിടിപ്പാൻ അന്വേഷിച്ചുവെങ്കിലും അവൻ്റെ നാഴിക വന്നിട്ടില്ലായാൽ ആരും അവനെ കൈവയ്ക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ ഭയപ്പെടുന്നതായ ഭയമൊക്കെ ഇന്നത്തെ പകൽക്കാലം മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ജോലിയെക്കുറിച്ചുള്ളതായ ഭയം മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ബിസിനസ്സിനെ കുറിച്ചുള്ളതായ ഭയം മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിന്നെ തൊടുവാൻ ഹല്ലേലൂയ ദുഷ്ടന് കഴിയുകയില്ല. കർത്താവ് സമ്മതിക്കാത്ത കാലത്തോളം അത് ഒരു ദൈവബദലം ഓർത്തിരിക്കേണ്ടതായ കാര്യമാണ്. പ്രശ്നങ്ങൾ എന്ത് തന്നെ വന്നോട്ടെ, പ്രതികൂലങ്ങൾ എന്ത് തന്നെ വന്നോട്ടെ, ഹല്ലേലൂയ, ഞാൻ ആരെ, പൗലോസ് പറയുന്നു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നത് ഞാൻ അറിയുന്നു.
പ്രൈസ് ദി ലോർഡ്. അവൻ എൻ്റെ ഉപനിധി അവസാനം വരെയും സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ഒരു വിശ്വാസം, ആ ഒരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരട്ടെ. പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം, പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. മരണപരമായ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. ഹല്ലേലൂയ. മരണത്തെ തോൽപ്പിച്ചവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. മരണമേ നിന്റെ ജയം എവിടെ? മരണമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് മരണത്തെയും പാതാളത്തെയും അടിയറ വെച്ച് ഉയർത്തെഴുന്നേറ്റവനാണ് നമ്മളുടെ കർത്താവ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ചരക്കല്ല മരണമെന്നുള്ളത്. ദൈവത്തിൻ്റെ ചരക്കല്ല, അത് സാത്താൻ്റെ ചരക്കാണ്. ഇന്നത്തെ രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്റെ നേരെ തൊടുന്നതായ വിരലുകൾ, നിന്നെ ഉന്നം വെക്കുന്നതായ കണ്ണുകൾ, ഹല്ലേലൂയ, ദൈവം അനുവദിക്കാതെ നിന്റെ ജീവിതത്തിൽ അത് സാധ്യമാകുകയില്ല. പ്രൈസ് ദി ലോർഡ്. പലരും അവനെ കൊല്ലുവാനായി താല്പര്യപ്പെട്ടു, എന്നാൽ ആകിയാൽ അവനെ പിടിപ്പാൻ അന്വേഷിച്ചുവെങ്കിലും അവൻ്റെ നാഴിക വന്നിട്ടില്ല. ആകിയാൽ ആരും അവൻ്റെ മേൽ കൈവച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. കൈവെക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. പ്രിയ ദൈവവേദലേ, നമ്മളെ ഭയപ്പെടുമ്പോൾ, നമ്മൾ പ്രയാസപ്പെടുമ്പോൾ, നമ്മൾ വേദനിക്കുമ്പോൾ, അനേക വിഷയങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ, നമുക്ക് പലതും നഷ്ടമായി തീർന്നെന്ന് ചിന്തിക്കുന്നതായ വിഷയത്ത് പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ലാഭം നിങ്ങളുടെ മധ്യയാണ്. ലാഭം നിങ്ങൾക്ക് തന്നെയാണ്. ഹല്ലേലൂയ. ദൈവം അനുവദിക്കാത്തിടത്തോളം കാലം ഒരു കുഞ്ഞു വിരൽ പോലും അവിടെ ചലിക്കുകയില്ലെന്നുള്ളത് ഇന്നത്തെ പൽക്കാലം ഞാൻ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ വായിച്ച വാക്യവും പിന്നെയും വായിക്കുന്നു. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. രണ്ടാമത് വായിച്ചത്, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. മൂന്നാമത്, അവനിത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെ കുറിച്ചാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും. 39, അവന് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. ഞാൻ വിഷയത്തിലേക്കൊന്നും കയറിയില്ല, കയറുന്നതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. സമയം ഇത്രയായി, ഇനി അരമണിക്കൂറോടുണ്ടെന്ന് തോന്നുന്നില്ലേ? ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ വിഷയമെന്ന് പറയുന്ന ഒന്നാമത്തെ വാക്യത്തിൽ കാണുന്നതായ ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ. രണ്ടാമത്തെ വിഷയം, ദൈവത്തിന് സ്തോത്രം, വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ഒന്ന് ദാഹം, 2 ഹല്ലേലൂയ വിശ്വാസം, 3 പ്രൈസ് ദി ലോർഡ് പരിശുദ്ധാത്മാവിൻ്റെ ജീവജലനദി. ഇത് 3മാണ് എൻ്റെ വാക്കുകൾ പറയുവാനായി ഇന്നത്തെ രാത്രികാലം ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ദാഹത്തിലേക്ക് കടന്നു ചെല്ലാം. ദാഹം എന്താണ് പറയുന്നത്? ദൈവത്തിന് സ്തോത്രം. ഒന്ന് പറയുന്നു, ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് പറയുന്നു, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കെന്തിനെക്കുറിച്ചും ശരിയായൊരു ദാഹമുണ്ടായിരിക്കണം. ഹല്ലേലൂയ. നമുക്കെന്തിനെക്കുറിച്ചും ദൈവത്തിൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുമ്പോൾ ശരിയായൊരു പ്രതീക്ഷയുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പന്താവിൽ നമുക്ക് എത്തിച്ചേരുവാനായി കഴിയുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ്റെ സുവിശേഷം തന്നെ എടുക്കാം. അതിൻ്റെ 4-ാം അധ്യായത്തിൽ ഇപ്രകാരം കാണുന്നു. ഹല്ലേലൂയ. 4-ാം അധ്യായം പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. വായിച്ചോ. 4:6 ആയിരുന്നു. 5 തൊട്ട് വരാം. അങ്ങനെ അവൻ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നല്ലൊരു ഉദാഹരണമാണ് ദാഹത്തിനുള്ളതായ ഉദാഹരണം. പ്രൈസ് ദി ലോർഡ്. ഇത് നമുക്കറിയാം, ശമരിയ സ്ത്രീയെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ അവൻ സുഖാർ എന്നൊരു ശമരിയ പട്ടണത്തിൽ യാക്കോബ് തൻ്റെ പുത്രനായ യോസെഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അവൻ 6-ാം വാക്യം വായിച്ചോട്ടെ. അതിൻ്റെ
പ്രൈസ് ദി ലോർഡ്. ചുമ്മാതല്ല, വെറുതെ അവിടെ കുത്തിയിരുന്നതല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ശമര്യക്കാരി സ്ത്രീ വരുമെന്ന് വിചാരിച്ച് കർത്താവ് അവിടെ ഇരുന്നതല്ല. അവരെ മാനസാന്തരപ്പെടുത്തിയിട്ട് പാവെന്ന് വിചാരിച്ച് വരുന്നതല്ല. എന്നാൽ ഹല്ലേലൂയ, അവന് യാക്കോബിന് കുറവുണ്ടായ യേശു അതുവഴി നടന്ന് ക്ഷീണിച്ച് വന്നിട്ട് ഉറകിനരിയെ ഇരുന്നു. അപ്പോൾ ഏകദേശം 6 മണി നേരം ആയിരുന്നു. ഒരു ശമരിയ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. യേശു അവളോട് എനിക്കൂടെ കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു. നമുക്ക് ചരിത്രമൊക്കെ അറിയാം. 9-ാം വാക്യം ഒന്ന് വായിച്ചോ പെട്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശമരിയ സ്ത്രീക്ക് ഒന്നറിയാം, നീ യഹൂദനാണ്, ഞാൻ ശമരിയ സ്ത്രീയാണ്. നീ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് പണ്ടേ കാലം തൊട്ടേ അത് നിരോധിച്ചൊരു സംഭവമാണ്. കാര്യമെന്ന് പറഞ്ഞാൽ ശമരിയർ എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും താഴെ ആ ഒരു അവർക്ക് കൊടുത്തിരുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ സ്തോത്രം. അൺക്ലീൻ എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത്, അൺക്ലീൻ. കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു തലമുറ, ജൂതൻ്റെ ഒരു തലമുറ വന്നതിന് ശേഷം ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ആ ഒരു സംഭവം അവരുടെ ഹൃദയത്തിലായിട്ട് ശമര്യക്കാർ അൺക്ലീനാക്കി പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ നമ്മുടെ ഇന്ന വീട്ടിൽ കയറരുത്, ഇന്നടത്ത് ഇന്നതാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആ വ്യവസ്ഥിതി നമുക്കറിയാമല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു വ്യവസ്ഥിതി ഉള്ളതായ സാഹചര്യത്തിലാണ് കർത്താവ് അവിടെ ശമരിയയിൽ ചെല്ലുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ശമരിയയിൽ ചെല്ലുമ്പോൾ ശമരിയ സ്ത്രീ വെള്ളം കോരുവാനായി വരുന്നു. അപ്പോൾ ശമരിയ സ്ത്രീ അവനോട്, നീ യഹൂദനായിരിക്കെ ശമര്യക്കാരിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. യഹൂദന്മാർക്കും ശമര്യർക്കും തമ്മിൽ സമ്പർക്കമില്ല. ദൈവത്തിന് സ്തോത്രം. ഇത് ഇന്നോ ഇന്നലെയോ ഒന്നും തുടങ്ങിയതല്ല, യോസഫിൻ്റെ കാലം തൊട്ട് തുടങ്ങിയതാണ്. പ്രൈസ് ദി ലോർഡ്. മനശ്ശെ എന്ന് പറയുന്നതായ ഗോത്രമാണ് ഈ ശമരിയ ഗോത്രം എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. എഫ്രൈമും മനശ്ശെയും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 1-2 വാക്യങ്ങൾ വായിക്കുവാനായി താല്പര്യപ്പെടുന്നു. ജനസിസ് 48 വേഴ്സ് 13 എന്നെടുത്തേ മക്കളെ. പിന്നെ യോസഫ് എബ്രഹീമിനെ അതിൻ്റെ മുൻവശത്ത് ഒന്ന് ഇവിടെ 12 എടുത്ത് ഒന്നൂടെ 10 എടുത്തു. 10 അടുത്തത് ഇസ്രായേൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യാക്കോബ് ഹല്ലേലൂയ യോസഫിനെ കാണുവാൻ വരുന്നതായ രംഗമാണ്. അടുത്തത് വായിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോസഫ് എന്താ ചെയ്തേ? വലങ്കൈ കൊണ്ട് പിടിച്ച് ആരെയാ? വലങ്കൈ കൊണ്ട് പിടിച്ച് ആരെയാ പിടിച്ചത്? ആരെയാ പിടിച്ചത്? ഇസ്രായേലിൻ്റെ അല്ലല്ല, യോസഫ് എബ്രഹീമിനെ വലങ്കൈ കൊണ്ട് പിടിച്ചത്. അത് ചിന്തിക്കുമ്പോൾ ഭയങ്കര ഒരു സംഭവം തന്നെ. എബ്രഹീമിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലല്ലേ, എബ്രഹീമിനെ വലം കൈ കൊണ്ട് പിടിച്ച് ഇസ്രായേലിൻ്റെ കൈ അടുത്ത് കൊണ്ടുവരുന്നു. മനശ്ശെയെ ഇടം കൈ കൊണ്ട് പിടിച്ച് ഇസ്രായേലിൻ്റെ വലം കൈക്ക് നേരെയാണ് നിർത്തിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് കണക്ക് തെറ്റത്തില്ല. ദൈവത്തിന് അനുഗ്രഹിക്കേണ്ട ആരെയായിരുന്നു? എഫ്രൈമിനെ ആയിരുന്നു അനുഗ്രഹിക്കേണ്ടത്. ഹല്ലേലൂയ. പിന്നെ താഴോട്ട് വായിച്ചോ അതിൻ്റെ. പിണച്ചു വെച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോസഫ് എന്താ വിചാരിച്ചത്? അനുഗ്രഹം ആർക്ക് കിട്ടണം? മനശ്ശെക്ക് കിട്ടണം. അവനാണ് മൂത്തത്. നമ്മളങ്ങനല്ലേ ചിന്തിക്കുന്നത്. അവിടെ അങ്ങനെ ഒരു സമ്പ്രദായമായിരുന്നു. അപ്പോഴേ അവനെന്ത് ചെയ്തു? മനശ്ശെയെ വലത്തെ കൈയുടെ അവിടെ കൊണ്ടുവച്ചു. അതുപോലെ എഫ്രൈമിനെ ഇടത്തെ കൈയുടെ അവിടെ കൊണ്ടുവച്ചു. അപ്പൻ അനുഗ്രഹിക്കാൻ പോവുകയാണ്. അപ്പൻ എന്ത് ചെയ്തു? കൈ പിരിച്ചു വെച്ചു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ മുമ്പിൽ എന്താണ് നമ്മൾ വായിച്ചത്? യോസഫ് ആരെയാ വലം കൈ കൊണ്ട് പിടിച്ചത്? എഫ്രൈമിനെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എഫ്രൈമിനെ അവൻ വലം കൈ കൊണ്ട് പിടിച്ചു. ദൈവത്തിന് സ്തോത്രം.
ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. എഫ്രൈമിനെ വലം കൈ കൊണ്ട് പിടിച്ചിട്ട് അവൻ്റെ മുന്നിൽ കൊണ്ടുവയ്ക്കുകയാണ്. എഫ്രൈമിനെ വലം കൈ കൊണ്ട് പിടിച്ചു. ഹല്ലേലൂയ. അതെ 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 പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. 48 ഞാനൊന്ന് എടുത്തോട്ട് കേട്ടോ ഇതിനകത്ത്. ഇസ്രായേൽ യോസഫിൻ്റെ 8-ാം വാക്യത്തിൽ കാണുന്നു, ഇപ്രകാരം കാണുന്നു: ഇസ്രായേൽ യോസഫിൻ്റെ പുത്രന്മാരെ കണ്ടപ്പോൾ ഇവർ ആരെന്ന് ചോദിച്ചു. ദൈവം ഇവരെ എനിക്ക് തന്നിട്ടുള്ള പുത്രന്മാരെന്ന് യോസഫ് അപ്പനോട് പറഞ്ഞു. അവരെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക, ഞാൻ അവരെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. എടാ, ഈ പിള്ളേരൊക്കെ ഇത്ര വളർന്നു പോയോ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ അപ്പൻ അവരെ അനുഗ്രഹിക്കുവാനായി തുടങ്ങി. ഇസ്രായേൽ യോസഫിനോട്, നിൻ്റെ മുഖം കാണണമെന്ന് ഞാൻ വിചാരിച്ചില്ലെന്നാൽ നിൻ്റെ സന്തതിയും കാണുവാൻ ദൈവം എനിക്ക് സംഗതി വരുത്തിയല്ലോ എന്ന് പറഞ്ഞു. പിന്നെ യോസഫ് എഫ്രൈമിനെ വലം കൈ കൊണ്ട് പിടിച്ച് ഇസ്രായേലിനെ ഇടം കൈക്ക് നേരെയും മനശ്ശയെ ഇടം കൈ കൊണ്ട് പിടിച്ച് ഇസ്രായേലിൻ്റെ വലം കൈക്ക് നേരെയുമായി ഇങ്ങനെ രണ്ടുപേരെയും അവൻ്റെ അടുക്കൽ കൊണ്ടു ചെന്നു. ദൈവത്തിന് സ്തോത്രം. 42:14 ഇസ്രായേൽ വലം കൈ നീട്ടി പിണച്ചു വെച്ചു. 17-ാം വാക്യത്തിൽ വായിച്ചോ, 17 വായിച്ചോ ഫസ്റ്റ്. യോസഫിന് അത് അനിഷ്ടമായി. യോസഫ് എന്തോ വലത്തെ കൈ കൊണ്ട് പിടിച്ച് മനശ്ശയെ കൊണ്ട് വലത്തെ കൈയുടെ അവിടെ നിർത്തി. ഇടത്തെ കൈ കൊണ്ട് എഫ്രൈമിന് ഇടത്തെ കൈ കൊണ്ട് അപ്പൻ ഇങ്ങനെ പിണച്ചു വെച്ചവരെ അനുഗ്രഹിച്ചു. അത് ആർക്കിഷ്ടമായില്ല. അവൻ വലം കൈ എഫ്രൈമിൻ്റെ തലയിൽ വെച്ചെന്ന് യോസഫ് കണ്ടപ്പോൾ അവൻ അനിഷ്ടം തോന്നി. അപ്പൻ്റെ കൈ എഫ്രൈമിൻ്റെ തലയിൽ നിന്ന് മനശ്ശയുടെ കൈ മാറ്റി വെക്കാൻ പിടിച്ചു. കണ്ണ് കാണാതിരിക്കുകയല്ലേ, ഇച്ചിരി ഒന്ന് ബലം പിടിച്ചിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. ഹല്ലേലൂയ, ദൈവത്തെ. 18-ാം വാക്യം വായിച്ചോ പാസ്റ്ററെ. ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ റൂള് നടന്നാൽ മതി. ഹല്ലേലൂയ. യോസഫ് പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, യവൻ ആദ്യജാതൻ, നീ നിൻ്റെ വലം കൈ അവൻ്റെ തലയിൽ തന്നെ വെക്കണമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. മോനെ, ഞാൻ ഈ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് വന്ന അത് യാക്കോബാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഈ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് വന്ന എനിക്കറിയാം ഇവനും വലിയ ജനമായി തീരും, ഇവനും വർദ്ധിക്കുമെങ്കിലും അനുജനവനേക്കാൾ അധികം വർദ്ധിക്കും. അത് യഹോവയുടെ പ്ലാനായിരുന്നു. എന്താണ് ദൈവത്തിന് സ്തോത്രം. യോസഫ് തൻ്റെ മക്കളെ പിടിച്ചപ്പോൾ എഫ്രൈമിനെ എന്താ വലം കൈ കൊണ്ട് പിടിച്ചത്? ആദ്യം നമ്മൾ എടുക്കാനെ കൊണ്ട് ഒരാളെ പിടിക്കാൻ പോകുമ്പോൾ ആദ്യം പിടിക്കുന്ന ആളിനെ വലം കൈ കൊണ്ടല്ലേ പിടിക്കേണ്ടത്? അത് മൂത്ത ആളിനെ അല്ലേ പിടിക്കേണ്ടത്? എഫ്രൈമിനെ എന്താ പിടിച്ചേ? അല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എഫ്രൈമിനെ വലം കൈ കൊണ്ടാണ് യോസഫ് പിടിക്കുന്നത്. അവിടെ തന്നെ ദൈവികമായ പ്ലാൻ അവൻ്റെ മധ്യേ. ദൈവത്തിൻ്റെ പ്ലാൻ ഒന്നും തെറ്റത്തില്ലെന്ന് ഞാൻ പറയുക. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്ലാൻ നിന്നെ ആരൊക്കെ എങ്ങോട്ടൊക്കെ വലിച്ച് മാറ്റിക്കളഞ്ഞാലും ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്ലാൻ ഒരിക്കലും തെറ്റത്തില്ല. ഹല്ലേലൂയ. മനശ്ശയെ അവനെ വലം കൈ കൊണ്ട് ആദ്യം പിടിച്ച് മുന്നേ കൊണ്ടുവരേണ്ട കാര്യം, അവൻ ആദിജാതൻ, അവൻ അങ്ങനെ ഇഷ്ടം. മനശ്ശയെ അനുഗ്രഹിക്കണമെന്നുള്ളതാ യോസഫിൻ്റെ ഇഷ്ടം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അപ്പ നീ എന്താ ഈ കാണിച്ചത്? അങ്ങനെയല്ല ചെയ്യേണ്ടത്. അതുകൊണ്ട് വലത്തെ കൈ കൊണ്ട് പിടിച്ച് ഞാനിവിടെ കൊണ്ടുവന്നത്. ഹല്ലേലൂയ. അവൻ അറിയാതെ ആരെ പിടിച്ചു? എഫ്രൈമിനെ പിടിച്ചു. അനുഗ്രഹം അങ്ങനെ തന്നെ വന്നേ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മുടെ ഇടയിലുള്ളതായ പുഷിങ്, നമ്മുടെ ഇടയിലുള്ളതായ തെള്ളൽ, നമ്മുടെ അർഹതയില്ലാത്തതായ ചില കാര്യങ്ങൾ ഒരുപക്ഷേ നമുക്ക് ലഭിച്ചില്ല എന്ന് വന്നേക്കാം. എന്നാൽ ദൈവത്തിന് സ്തോത്രം, നമ്മളെ തെള്ളിക്കളയുമെന്ന് ആരും വിചാരിക്കരുത്. പ്രൈസ്. അർഹതപ്പെട്ടത്, ദൈവത്തിന് അനുഗ്രഹമായത്, ദൈവത്തിന് ഇഷ്ടമായത് അത് നമുക്ക് തന്നെ ലഭിക്കും. പ്രൈസ് ലോർഡ്. അത് അധികാരികളായെന്നായിരിക്കോട്ടെ, അത് ആര് തന്നെ പ്രവർത്തിച്ചെന്നായിക്കോട്ടെ. ഹല്ലേലൂയ. സ്വന്തം അപ്പൻ പോലും വിചാരിച്ചത് മനശ്ശയ്ക്ക് അനുഗ്രഹം കിട്ടണമെന്നുള്ളതാണ്. എന്നിട്ട് ഹല്ലേലൂയ യാക്കോബിനോട് പറയുകയാണ്, നീ എന്താ അപ്പ ഈ കാണിച്ചത്? നീ മനശ്ശയല്ലേ വലത്തെ കൈ കൊണ്ട് വെച്ച് അനുഗ്രഹിക്കേണ്ടത്? നീ ഇടത്തെ കൈ കൊണ്ട് എന്തിനാ മനശ്ശയുടെ തലയിൽ വെച്ച് പിണച്ചു വെച്ചത് എന്നവൻ ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ അനുഗ്രഹങ്ങൾ ആര് തട്ടിക്കളയാമെന്ന് വിചാരിച്ചാലും ദൈവം സമ്മതിക്കാതെ നിൻ്റെ അനുഗ്രഹങ്ങളൊന്നും മാറിപ്പോകത്തില്ലെന്ന് ഇന്നത്തെ രാത്രികാലം ഞാൻ ഓർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ അനുഗ്രഹങ്ങളൊക്കെ ദൈവം തന്നിട്ടുള്ളതായ അനുഗ്രഹങ്ങൾ അതൊരിക്കലും മുന്നോട്ട് ദൈവത്തിന് സ്തോത്രം ആർക്കും തട്ടിക്കളയുവാനായി കഴിയുകയില്ല.
ഓ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആദ്യമായി ഞാൻ ഒരാളെ പിടിക്കുകയാണെങ്കിൽ വലം കൈ കൊണ്ട് പിടിക്കണം, അദ്ദേഹത്തിൻ്റെ മുന്നിലോട്ട് കൊണ്ടുവരണം. ഞാൻ മനശ്ശെയാണ് പിടിക്കേണ്ടേ, അദ്ദേഹം വലം കൈ കൊണ്ട് പിടിച്ച് എഫ്രൈമിനെ പിടിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അന്ന് മുതൽ പോര് തുടങ്ങിയതാ എൻ്റെ കുഞ്ഞുങ്ങളെ. ഹല്ലേലൂയ. ഈ പോര് ദൈവത്തിന് സ്തോത്രം മനശ്ശെയുടെ ഗോത്രമാണ്. ആരെ? ശമരിയ എന്ന് പറയുന്നത്. ഇത്രയും പറയാനൊക്കെ ഉണ്ടാ ഞാനിത് ഇത്രയും പാടുപെട്ട് ഇവിടെ വരെ വന്നത്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. മനശ്ശെയുടെ ഗോത്രമാണ് ശമരിയ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അന്നേ ഒരു പോരാണ്. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. ഒരു വാക്യങ്ങളുടെ വായിക്കാം. 2 ദിനവൃത്താന്തം 28:8 വായിച്ചാൽ അതിന് ഒന്ന് ഡിസ്പ്ലേ ചെയ്തോ. ആ അപ്പോൾ ഈ പോൽത്ത എന്ന് തുടങ്ങിയതാ? കുറേ കൊല്ലങ്ങൾ കൊണ്ട് തുടങ്ങിയതാ. ഈ മനശ്ശെയുടെ കാലത്ത് തന്നെ തുടങ്ങിയതാ സംഭവം. ഹല്ലേലൂയ. എന്നാൽ ഓതേദ് എന്ന് പറയുന്ന പേരോടെ മോനെ ഇതിൻ്റെ ഡിസ്പ്ലേ ഒന്നുകൂടെ താഴോട്ട് ഇറക്കിക്കേ. 8 ആക്കിക്കേ. 28:8. ഇസ്രായേൽ തങ്ങളുടെ സഹോദര ജനത്തിൽ സ്ത്രീകളും പുത്രന്മാരെയും പുത്രിമാരെയുമായി 2,00,000 പേരെ പിടിച്ചുകൊണ്ടുപോയി അവരെ കൊള്ളയും ശമരിയയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഇസ്രായേലും ശമരിയും കൂടി ഇന്നൊന്നും അടി തുടങ്ങിയതല്ല. അടുത്തത് മോനെ വെട്ടെ. എന്നാൽ ഓതേദ് എന്ന പേരോടുകൂടിയ യഹോവയുടെ ഒരു പ്രവാചകൻ ശമരിയയിലുണ്ടായിരുന്നു. അടുത്ത വാക്യം. യെരുശലേമിന് അടുത്ത വാക്യം. പ്രൈസ് ദി ലോർഡ്. അന്ന് മുതൽ അടി തുടങ്ങിയതാ. പഴയ കാലം തൊട്ട് അടി തുടങ്ങിയതാ. ദൈവത്തിന് സ്തോത്രം. ശമരിയക്കാർ ഇസ്രായേലിൽ ചെന്നിട്ട് കുറേ പേരെ പിടിച്ചുകൊണ്ട് വന്ന്, എന്താ 1 2 ഒന്നുമല്ല, 2,00,000 പേര്. ഹല്ലേലൂയ. എന്നിട്ട് ഓതേദെന്ന് പറയുന്നതായ പ്രവാചകൻ പറയുകയാണ്, ആകിയാൽ ഞാൻ പറയുന്നത് കേൾപ്പീൻ, നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് നിങ്ങൾ പിടിച്ചു കൊണ്ടുവന്ന ബദ്ധന്മാരെ വിട്ടയപ്പീൻ, അല്ലെങ്കിൽ യഹോവയുടെ ഉഗ്രകോപം നിങ്ങളുടെ മേലിടിക്കും. അടുത്ത വാക്യം. അതിനകത്തും എതിർക്കുന്നതായ പലരുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്നത്, ദൈവത്തിന് സ്തോത്രം, ഏത് നല്ല കാര്യമുണ്ടായാലും എതിർക്കുന്ന ഒരു കൂട്ടമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഞാൻ ശമരിയയുടെ കാര്യം പറയുകയാണ്. ഇത്രത്തോളം ഞാൻ പറഞ്ഞത് ശമരിയെക്കുറിച്ചൊരു നിങ്ങൾക്കൊരു ഒരു 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 ഔട്ട്ലൈൻ തരികയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ഒരു അമ്മച്ചി പ്രാർത്ഥിക്കാൻ പോയി. നിങ്ങൾക്കൊക്കെ ഓർക്കം വരുന്നെങ്കിൽ ഒരു കഥ പറയാം. അമ്മച്ചി പ്രാർത്ഥിക്കാൻ പോയെന്ന് പറഞ്ഞാൽ കൺവെൻഷന് പോയതാ. പ്രൈസ് ദി ലോർഡ്. കൺവെൻഷന് പോയപ്പോൾ അച്ഛനവിടെ ഘോരധീരം പ്രസംഗിക്കുകയാണ്. ഇപ്രകാരം പ്രസംഗിച്ചു. ഹല്ലേലൂയ. ഒരു കള്ളൻ, ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോയി. ഹല്ലേലൂയ. കള്ളന്മാർ അവൻ്റെ മേൽ ചാടി വീണു. കുറേ വഴിയരിയിൽ വീണു, കുറേ പാറപ്പുറത്ത് വീണു, കുറേ നല്ല സ്ഥലത്ത് വീണു. ഇങ്ങോട്ട് വന്നപ്പം മോടെടുക്കൽ പറയുക, ഇന്ന് അച്ഛൻ്റെ പ്രസംഗം നല്ലതായിരുന്നു. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കൊച്ചുമോള് ചോദിച്ചു, അമ്മച്ചി പ്രസംഗം എങ്ങനെയുണ്ടായിരുന്നു? ഇന്ന് സൂപ്പറായിരുന്നു പ്രസംഗം, എന്നാ ഒന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞതാണ്, ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോയപ്പോൾ കള്ളന്മാരവൻ്റെ മേലെ ചാടി വീണു. കുറേ പേര് വഴിയേരി വീണു, കുറേ പേര് പാറപ്പുറത്ത് വീണു, കുറേ പേര് നല്ല സ്ഥലത്ത് വീണു. ചെവിയുള്ളവൻ കേൾക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞു. പിന്നെ ചോദിച്ചു, ഈ ശമരിയ എന്ന് പറയുന്നത് എന്താ? എല്ലാവരും പറയുന്നത് ശമരിയ. ഹല്ലേലൂയ. അപ്പോൾ പറയുന്നത് ശമരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള കഥയാണ് ഞാൻ ഇന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അമ്മച്ചി വിത്തിൻ്റെ കഥയും ഈ ലൂക്കോസിലുള്ളതായ കള്ളൻ്റെ കഥയും നല്ല ശമരിയക്കാരൻ്റെ കഥയും ഒരുമിച്ചാണ് കേട്ടത്. ആ സമയത്ത് ഇടയ്ക്കൊന്ന് ഉറങ്ങിപ്പോയി.
അതാ കുഴപ്പം പറ്റിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നത്തെ കാലം ഹല്ലേലൂയ നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ശമരിയക്കാരൻ, ഒരു നല്ല ശമരിയക്കാരനെ നമുക്ക് അവിടെ കാണുവാനായി കഴിയും. ലൂക്കോസിൻ്റെ സുവിശേഷം നമുക്ക് ഇപ്രകാരം വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതിൽ ഇപ്രകാരം കാണുന്നു. ദൈവത്തിന് മഹത്വം. ലൂക്കോസ് 10:33 വായിച്ചാട്ട്. പെട്ടെന്ന് വായിക്കും. അതിൻ്റെ ഒരു 2 വാക്യം മുന്നോട്ട് വായിച്ച പാസ്റ്റർ. ഒരു 30 വെച്ച് വായിക്കും. 30 വെച്ച് വായിരുമനെ. 30. ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രമഴിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനാക്കി വിട്ടേച്ചു പോയി. ആ വഴിയായി യാദൃച്ഛ്യ ഒരു പുരോഹിതൻ വന്നു, അവനെ കണ്ടുമാറി കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ ചരിത്രമൊക്കെ അറിയാം. ദൈവത്തിന് സ്തോത്രം. ഈ ശമരിയക്കാരനെ കുറിച്ച് ഉള്ളതായ അവരുടെ ആ മനസ്സിലുള്ളതായ ആ കൺസെപ്റ്റ് എടുത്ത് കളയുവാനാണ് കർത്താവ് ശമരിയെ ചെന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ ഇവിടെ പാർട്ടി ഉണ്ടാക്കാനല്ല വന്നത്. ഹല്ലേലൂയ. ദൈവം ഇഷ്ടപ്പെടുന്ന ചിലരെ ചേർക്കുവാനല്ല വന്നത്. പിന്നെയോ ദൈവത്തിന് സ്തോത്രം, ദൈവ കൽപ്പനകൾ അനുസരിക്കുന്ന യഹൂദന്മാരെ മാത്രം ചേർക്കുവാനല്ല വന്നത്. പിന്നെയോ ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ ആ ഒരു നമ്മുടെ ഈർഷ്യയും പിണക്കവും വിദ്വേഷവും ഒക്കെ തീർക്കുവാനാണ് ദൈവം വന്നത്. വിശ്വാസികളായിരിക്കും എത്ര പേർക്കുണ്ട് വിഷയം പിണക്കവും ഒക്കെ ദേഷ്യമൊക്കെ? പ്രൈസ് ദി ലോർഡ്. മിണ്ടാത്ത അനേകരില്ലയോ? അയ്യോ. ഹലോ. ഞങ്ങളുടെ ഒരു അമ്മാമ്മ പറയും, നമ്മുടെ റിലേഷനിലുള്ള ഒരു അമ്മാമ്മ എന്നോട് അവിടെ പറഞ്ഞതാ. പിന്നെ കാര്യം 2 പേരും ബന്ധക്കോസിലാണ്, ഞങ്ങളെല്ലാം ബന്ധക്കോസിലായുണ്ട്. അമ്മാമ്മ പറഞ്ഞു, ആ ലിസിയോട് വേണ്ടിയിട്ട് എനിക്ക് സ്വർഗത്തിൽ പോകണ്ടെന്ന് പറഞ്ഞു. ആ ലിസിയോട് എനിക്ക് മിണ്ടിയിട്ട് എനിക്ക് സ്വർഗത്തിൽ പോകണ്ട. അപ്പോൾ ഒരാളോട് മിണ്ടുന്നതിനേക്കാൾ ചെറിയ കാര്യമാണ് സ്വർഗമെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഹലോ. ഇന്നത്തെ പാൽക്കാലം തിങ്കിങ്ങിൻ്റെ ചിന്തയുടെ ഒരു ദിവസമായി തീരട്ടെ. ആർക്കെങ്കിലും നിങ്ങളോട് ദേഷ്യമുണ്ടെങ്കിൽ അവർ ക്ഷമിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. ഒരു വാക്ക് വിളിച്ചു പറ, സഹോദര ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്നോട് ക്ഷമിക്കുക. കർത്താവ് ആ മാതൃകയെ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്ഷമിക്കുന്നവരോട് ക്ഷമിക്കുവാനല്ല, ക്രൂരനോട് ക്ഷമിക്കുവാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. പലപ്പോഴും നമുക്ക് കഴിയത്തില്ല. എങ്കിലും എൻ്റെ ഒരു പാർട്ട് ഞാനുള്ള സത്യം പറയാം. റോസി ഇവിടെ ഇരിക്കുന്നു. റോസിക്കറിയാം എന്നെക്കുറിച്ച് 10-30 വർഷമായിട്ട്. ഹല്ലേലൂയ. എൻ്റെ കണക്കുകൂട്ടൽ ഒറ്റ മനുഷ്യർ പോലും എനിക്ക് പിണക്കക്കാരില്ല. സത്യം പറയുക. ഞാൻ അങ്ങോട്ട് ഇടിച്ച് ചെന്ന് മിണ്ടും. എൻ്റെ പപ്പായുടെ ഒരു രീതി അതായിരുന്നു. പപ്പ അറിയാം, പാസ്റ്റർ തോമസ് അവിടെ പുറന്തൂരിരുന്നു, അലിമുക്കിലിരുന്നു. പപ്പയുടെ ഒരു രീതിയായിരുന്നു. ആരൊക്കെ അവിടെ അലിമുക്ക് സഭയെന്ന് പറയുന്ന അടിമുക്കെന്നാണ് പറയുന്നത്. അവിടെ അടിയായിരുന്നു. പപ്പ ആ സമയത്ത് ദൈവത്തിന് സ്തോത്രം പപ്പായോട് മിണ്ടത്തില്ലെങ്കിലും അവിടെ പോയി ഒരു ഗ്ലാസ് ചായ കുടിച്ച് പ്രാർത്ഥിച്ചിട്ടേ പോകുമായിരുന്നു. ഞാൻ അതൊക്കെ കണ്ടുപഠിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്നേ വരെ ആരെങ്കിലും മിണ്ടാതെ നടന്നു കഴിഞ്ഞാലും ഞാൻ അവരോട് ചെന്ന് ചോദിക്കും, ഹലോ പിണക്കമാണോ? നമ്മുടെ പാർട്ടങ്ങ് ക്ലിയർ ആക്കിക്കോ. അവർ ചെയ്യാതിരിക്കുകയോ ചെയ്യട്ടെ. അവർ ക്ഷമിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. ദൈവം അതാണ് കാണിച്ചത് കൊടുത്തത്. ഹല്ലേലൂയ. അതിൻ്റെ ഇനി നമുക്ക് ഇവിടുത്തെ യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരാം. വായിച്ചോ പാസ്റ്ററെ. 4:14 തൊട്ട്. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. സ്ത്രീ അവനോട്, യജമാനെ ആദ്യം അവിടെ വിളി എന്തായിരുന്നു? 9-ാം വാക്യത്തിൽ എന്തോ പറയുന്നത്? 4:9 നീ യഹൂദനായിരിക്കെ ശമരിക്കാരനോട് എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞപ്പോൾ അവളുടെ വിളി മാറി. ഹല്ലേലൂയ. പിന്നത്തെ വിളി എന്താണ്? യജമാനനേന്ന് വിളിക്കുവാൻ തുടങ്ങി. ആദ്യം യഹൂദനേന്ന് വിളിച്ചു, വലിയ ഗമയെ വിളിച്ചു. പിന്നെ യജമാനേന്ന് വിളിച്ചു. 15 വായിച്ചു പാസ്റ്റർ.
സ്ത്രീ അവനോട് അവൾ വിചാരിച്ച് വലിയ സംഭവമൊക്കെയാണ് കർത്താവ് പറയുന്നത്. കാര്യം അവൾ പട്ടണത്തിലാണ് താമസിക്കുന്നത്, പട്ടണത്തിൽ നിന്നാണ് വെള്ളം കോരാൻ വന്നത് കേട്ടോ. നിങ്ങൾ വിചാരിക്കരുത് അവിടെ അപ്പുറത്ത് പിന്നെ ഒരു ഫർലോങ്ങേ ഉള്ളത്. പട്ടണത്തിൽ നിന്ന് അവൾ വെള്ളം കോരാൻ വന്നത്. അപ്പോൾ അവൾക്ക് ഇതൊരു ഭയങ്കര ഒരു വിഷമം തന്നെ. രാവിലെയും വൈകിട്ടും പോയി വെള്ളം കോരിക്കൊണ്ട് വരിക എന്ന് പറയുന്ന ഒരു ചെറിയ പരിപാടിയൊന്നുമല്ല. നിങ്ങൾ പൈപ്പിൽ നിന്ന് എടുക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അവൾ വെള്ളം വലിച്ച് അവിടെ എല്ലാ സംഭവങ്ങളും അവൾക്ക് വയ്യാതായി കഴിഞ്ഞപ്പോൾ അവൾ പറയുകയാണ്, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. സ്ത്രീ അവനോട്, യജമാനെ, എനിക്ക് ദാഹിക്കാതെയും ഞാൻ വെള്ളം കോരുവാൻ ഇവിടെ വരെ വരണം. ഞാൻ എത്ര കിലോമീറ്റർ കഴിഞ്ഞാണ് വരുന്നത്, ഇവിടെ വരെ വരാതിരിക്കാൻ തക്കവണ്ണം ആ ജലം എനിക്ക് തരിക. യേശു അവളോട്, നീ പോയി ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞു. 17-ാം വാക്യം, എനിക്ക് ഭർത്താവില്ല എന്ന് സ്ത്രീ അവനോട് ഉത്തരം പറഞ്ഞതിന്, എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരി തന്നെ, 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ ഭർത്താവല്ല എന്ന് യേശു പറഞ്ഞു. സ്ത്രീ അവനോട്, യജമാനനെ, നീ ഒരു പ്രവാചകനാകുന്നു. യജമാൻ ആദ്യ യഹൂദനായിരുന്നു, പിന്നെ യജമാനായി, പിന്നെ പ്രവാചകനായി. ദൈവത്തിന് സ്തോത്രം. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എൻ്റെ വാക്ക് വിശ്വസിക്കാൻ നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലും അല്ല യെരുശലേമിലുമല്ല എന്ന നാഴിക വരുന്നു. 23-ാം വാക്യം, സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു. എൻ്റെ പിതാക്കന്മാരൊക്കെ ആദ്യം അവർ പറഞ്ഞ എന്താ, ഈ മലയിലാണ് നമസ്കരിക്കുന്നത്. കാര്യം അവർക്ക് പള്ളി കയറ്റത്തില്ല അവർ. ഹല്ലേലൂയ. ഇപ്പം ശമരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പ്രൈസ് ദി ലോർഡ്. ശമരിയക്കാരെ ഹല്ലേലൂയ പള്ളി കയറ്റത്തില്ല യഹൂദന്മാർ. അതുകൊണ്ട് ഹല്ലേലൂയ സത്യനമസ്കാരികൾ അവരെന്താ ചെയ്യുന്നത്, ഈ മലയിലാണ് ഞങ്ങൾ ആരാധിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം പറഞ്ഞു, നീ എവിടെ ആരാധിച്ചാലെന്തുവാ, വലിയ കുരിശുള്ളിടത്ത് ആരാധിച്ചാലെന്തുവാ, വലിയ ബിംബമുള്ളിടത്ത് ആരാധിച്ചാലെന്തോ, വലിയ പത്രാസുള്ള പള്ളി ആരാധിച്ചാലെന്തോ, സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. കൺസെപ്റ്റ് എന്ന് പറയുന്ന ആത്മാവും സത്യവുമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ എങ്ങനെ ആരാധിക്കുന്നതെന്നുള്ള വിഷയമല്ല, നീ ആരാധിക്കുകയാണെങ്കിൽ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 24, ദൈവനെ ആത്മാവാകുന്നവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. അത് നമ്മളോട് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. സ്ത്രീ അവനോട്, മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുമെന്ന് ഞാൻ അറിയുന്നു, അവൻ വരുമ്പോൾ സകലവും അറിയിച്ചേരും. 26, യേശു അവളോട്, നിന്നോട് സംസാരിക്കുന്ന മശിഹ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവൾക്ക് പിന്നെ മനസ്സിലായി, ഹല്ലേലൂയ, ഹല്ലേലൂയ, അവൻ മശിഹയാണ്. അനന്തരം അവൾക്ക് മശിഹയായി അവളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം ഹല്ലേലൂയ യെരുശലേമിൻ്റെ ഒരു പാർട്ടാണ് ഹല്ലേലൂയ ശമരിയ എന്ന് പറയുന്ന. അവർക്ക് ദൈവവുമായിട്ട് ഹല്ലേലൂയ ദൈവികമായിട്ട് വളരെ അടുത്ത ബന്ധമാണ്. ഹല്ലേലൂയ അവൾ പറഞ്ഞു, അവളോട് കർത്താവ് പറഞ്ഞു, ഞാൻ മശിഹയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ എന്താ ചെയ്തേ? ഹല്ലേലൂയ. പിന്നെ അവിടെ നോക്കാനൊന്നും നിന്നില്ല. അവൾ പാത്രം അവിടെ വെച്ചു, അവൾ വെള്ളം കോരുന്നത് തന്നെ മറന്നുപോയി. ഹല്ലേലൂയ. അവൾ ഓടുകയാണ് പട്ടണത്തിലേക്ക്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ദാഹിക്കുന്നതായ ഒരു വ്യക്തിയുടെ ചിന്തയാണ് ഇന്നത്തെ രാത്രികാലം ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. അവൻ വെള്ളമെടുക്കുവാനായി വന്നെങ്കിൽ യഥാർത്ഥമായ രക്ഷകനെ കണ്ടപ്പോൾ ഹല്ലേലൂയ അവൻ വെള്ളം ഹല്ലേലൂയ ആ കൊണ്ടുവന്നതായ പാത്രം അവൾക്കൊന്നുമില്ലാതായി. പ്രിയമുള്ളവരെ, ആത്മാവിൽ നാം ചിലതൊക്കെയും ചിന്തിച്ച് ദൈവത്തോടെ അല്ലെങ്കിൽ അടുത്തു വരുന്നുവെങ്കിൽ നമ്മളുടെ അല്ലെങ്കിൽ ഒന്നുമില്ല. പ്രിയമുള്ളവരെ, അവൾ ഭൗതികമായിട്ട് ഒരിറ്റ് ദാഹജലത്തിന് വേണ്ടി ഒരുപക്ഷെ അവിടെ കുഞ്ഞുങ്ങളുണ്ടായിരിക്കാം. അവർക്ക് ദാഹജലത്തിന് വേണ്ടി അവരെ വീട്ടിൽ അവളെ നോക്കിക്കൊണ്ട് നിൽക്കുന്നവരായിരിക്കാം. അനേക കിലോമീറ്ററുകൾ ഓടി അവൾ വന്നിരിക്കുകയാണ് വെള്ളമെടുക്കുവാനായി. എന്നാൽ ദൈവിക ജ്ഞാനം അവളുടെ ഹൃദയത്തിൽ നിറഞ്ഞപ്പോൾ അല്ലെങ്കിൽ അവരെ പാത്രം എടുത്ത് കളഞ്ഞിട്ട് ഒറ്റ ഓട്ടമാണ്. പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന് നിർത്താൻ പോനെ, അവിടെ ഇരുന്നോ, ഞാൻ വിളിക്കാം. പ്രൈസ് ദി ലോർഡ്. അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന് ജനങ്ങളോട്, ഞാൻ ചെയ്തൊക്കെയും പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണുമേനെന്ന് പറഞ്ഞു. 29. പിന്നെ അതിൻ്റെ ഹല്ലേലൂയ 39-ാം വാക്യം, ഞാൻ ചെയ്തതൊക്കെയും അവൻ എന്നോട് പ്രൈസ് ദി ലോർഡ്.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശമര്യക്കാരെ തള്ളിക്കളയുന്നവനല്ല കർത്താവ്. ഈ യോഹന്നാൻ തന്നാണ് ഹല്ലേലൂയ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന അവൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു. ഇതെഴുതിയ യോഹന്നാൻ തന്നാണ് പറയുന്നത് ഹല്ലേലൂയ അവൻ ശമര്യക്കാരൻ. ഹല്ലേലൂയ ശമര്യക്കാരൻ്റെ വീട്ടിൽ പോയിട്ട് 2 ദിവസം താമസിച്ച് അവിടെ കൺവെൻഷൻ നടത്തിയെന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. അല്ലേ മാസ്റ്ററെ? പ്രൈസ് ദി ലോർഡ്. അവിടെ പിന്നെ സുവിശേഷം പറഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നാം ഒന്നും മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. ശത്രുക്കളെ സ്നേഹിപ്പാനാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ദാഹിക്കുന്നവൻ്റെ ഒരു നല്ലൊരു ഒരു 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 പ്രത്യേകമായ ഒരു സ്റ്റോറിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി അടുത്ത കിടക്കുന്നതേ ഉള്ളൂ ആത്മാവും ജീവജലവും ഒക്കെ. അതിനെ അടുത്ത ആഴ്ചയാട്ടെ, ഇനി സൗകര്യം കിട്ടുമ്പോഴാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, ഇന്നത്തെ രാത്രി കാലം അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കുവാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിദ്വേഷങ്ങളൊക്കെ മാറ്റിക്കളയാം. ദൈവം കാണിച്ചു തന്നതായ മാതൃക പിന്തുടരാം. അനേക വർഷങ്ങളായി അവരെ ഹല്ലേലൂയ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടത്തില്ല. ദൈവത്തിന് സ്തോത്രം. ശമര്യരും യഹൂദരും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നാൽ ദൈവത്തിന് സ്തോത്രം. കർത്താവ് അവിടെ ചെന്ന് ആ കിണറിൽ പോയി ഇരുന്നു. ഹല്ലേലൂയ. അവരുടെ വീട്ടിൽ അവരെ കൈക്കൊണ്ടു. 2 ദിവസം അവിടെ താമസിച്ചു. അതാണ് ഈ യോഹന്നാൻ തന്നാണ് പറയുന്നത്. 3:20 വെളിപ്പാട് 3:20 പറയുന്നത്, ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു. കർത്താവ് പറയുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിൻ്റെ ഭവനത്തിലേക്ക്, നിൻ്റെ ഹൃദയത്തിലേക്ക് കർത്താവിനെ ക്ഷണിക്കുവാൻ ഹല്ലേലൂയ ഇന്നത്തെ രാത്രികാലം തയ്യാറാകുമോ? വേണ്ട രീതിയിൽ ക്ഷണിച്ചിട്ടില്ല എങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കറ ചുളുക്കം മാലിന്യമൊക്കെ മാറ്റി. തമ്പിയുടെ ഹൃദയം എന്ന് പറഞ്ഞ സംഭവം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. പഴയ കാലത്തെ ഒരു ട്രാപ്റ്റായിരുന്നു അല്ലേ മാസ്റ്ററെ? പ്രൈസ് ദി ലോർഡ്. അതിനകത്ത് മൊത്തം ഉണ്ട് തേളും പാമ്പും കുന്തവും കുടച്ചക്കറും എല്ലാം. യേശു എന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഒരു ലൈറ്റാണ് വന്നത്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ നമ്മുടെ ഹൃദയത്തിലെ വിദ്വേഷമൊക്കെ മാറട്ടെ. ഹല്ലേലൂയ. അവന് ശമരിയെ പോയി ഇരിക്കാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കെന്താ കൂടാതെ? നമുക്കെന്താ പോയി അവരോട് അല്ലെങ്കിൽ ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിച്ച് അല്ലെങ്കിൽ മുന്നോട്ട് പോകാത്തത്? അത് നമ്മുടെ അമ്മാമ്മ പറഞ്ഞ മാതിരി ലിസിയോട് വേണ്ടിയിട്ട് എനിക്ക് സ്വർഗത്തിൽ പോകണ്ടെന്നാന്ന് പറയേണ്ടി. ദൈവം പ്രിയമുള്ളവരെ, അല്ലെങ്കിൽ എല്ലാം ത്യജിച്ച് നമ്മൾ ഇറങ്ങിത്തിരിച്ച് ദൈവിക കാര്യത്തിന് വേണ്ടി വന്നിട്ട് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ദൈവത്തിന് സ്തോത്രം സ്വർഗം കൂടെ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയിലേക്കാകരുത്. ഹല്ലേലൂയ. ഇന്നത്തെ രാത്രികാലം ഹല്ലേലൂയ ദൈവത്തിന് മഹത്വം. ദാഹത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുവാനായി കഴിഞ്ഞുള്ളൂ. ഇനി വിശ്വാസവും പരിശുദ്ധാത്മാവും ഇനി എന്തെങ്കിലും ഒരു ദിവസം ചിന്തിക്കാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പോഴേ മറ്റുള്ളതായ തമുനെ പാട്ട് പാടാം. സ്തോത്ര കാഴ്ച എടുക്കാം നമുക്കെല്ലാവർക്കും.